പത്തനംതിട്ട പോക്സോ കേസ് അട്ടിമറിയിൽ കൂടുതൽ നടപടി. പത്തനംതിട്ട എസ്.പിയെ സ്ഥലം മാറ്റും. അഡ്വക്കേറ്റ് നൌഷാദ് തോട്ടത്തിൽ പ്രതിയായ പോക്സോ കേസിൽ നടന്നത് വൻ അട്ടിമറിയെന്നാണ് DIGയുടെ റിപ്പോർട്ട്. പത്തനംതിട്ട SP വി വിനോദ് കുമാറിന് ഗുരുതര വീഴ്ച സംഭവിച്ചു. ശശിനാരായണൻ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. ഏറെ വിവാദമായ ഒരു കേസാണ്. ഇവിടെ SP അടക്കം ഇതിൽ കുറ്റക്കാരാണ് എന്ന കണ്ടെത്തൽ അത് ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കാനല്ലേ ശശിനാരായണൻ? രഞ്ജിത്ത്, തീർച്ചയായും വലിയ ഒരു അട്ടിമറി കേസിൽ നടന്നു എന്ന് വേണം പറയാൻ. പോലീസിന്റെ ആഭ്യന്തര വകുപ്പിന്റെ റിപ്പോർട്ടിലാണ് ഈ കണ്ടെത്തൽ ഉണ്ടായിരിക്കുന്നത്. ഗുരുതരമായ വീഴ്ച ഉദ്യോഗസ്ഥർക്ക്, അത് SP മുതൽ DSP, SHO തുടങ്ങിയ റാങ്കിലുള്ള ഉദ്യോഗസ്ഥർക്കെല്ലാം വീഴ്ച പറ്റിയെന്നുള്ളതാണ് ഈ അന്വേഷണ റിപ്പോർട്ടിന്റെ ഭാഗമായി DIG നൽകിയ റിപ്പോർട്ടിൽ, ആഭ്യന്തര വകുപ്പിന് കൈമാറിയുള്ള റിപ്പോർട്ടിൽ 3 റിപ്പോർട്ടിലും സൂചിപ്പിച്ചിട്ടുള്ളത്. എന്തായാലും ഇതിന്റെ ആദ്യഘട്ടം തന്നെ പോലീസിന് വീഴ്ച കണ്ടെത്തി എന്നുള്ള ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കോന്നി DSP രാജപ്പൻ റാവത്തിനെ SHOയും ആദ്യം തന്നെ സസ്പെൻഡ് ചെയ്യായിരുന്നു. പിന്നീട് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ ചെയർമാൻ അഡ്വക്കേറ്റ് രാജീവനും വീഴ്ച സംഭവിച്ചു എന്ന് കളക്ടർ അന്വേഷണ റിപ്പോർട്ട് ഭാഗത്തെ അദ്ദേഹത്തെയും സസ്പെൻഡ് ചെയ്തു. ഇപ്പോൾ SP-ക്കെതിരെയും നടപടി വരുന്നു. പത്തനംതിട്ട SP വിനോദിനെയാണ് സ്ഥലം മാറ്റാനുള്ള നടപടിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. എന്തായാലും ഈ 17-കാരിയെ ഹൈക്കോടതി അഭിഭാഷകനായ നൌഷാദ് തോട്ടത്തിൽ പീഡിപ്പിച്ച കേസുമായി ബന്ധപ്പെട്ട് ഈ പോലീസുകാർക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ അട്ടിമറിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ഇടപെടൽ ഉണ്ടായി എന്നുള്ള ഒരു കണ്ടെത്തൽ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഗുരുതര വീഴ്ച ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നു. അതുകൊണ്ട് ഈ നടപടിയിലേക്ക് കടക്കുന്നു. ആദ്യം ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ ആദ്യഘട്ടത്തിൽ കോന്നി DSP-ക്കാണ് ആദ്യത്തെ നടപടി ഉണ്ടായത്. രാജപ്പൻ റാവത്തർ കോന്നി SHOയ്ക്കും ഉണ്ടായി. ആ രണ്ടുപേരെയും സസ്പെൻഡ് ചെയ്തു. പിന്നീടാണ് ഈ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി, ആ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ രാജീവിനെ സസ്പെൻഡ് ചെയ്യാനുള്ള പ്രധാന കാരണം ഈ പോക്സോ കേസ് പ്രതി ഈ നൌഷാദ് തോട്ടത്തിൽ ഹൈക്കോടതി അഭിഭാഷകനാണ് അദ്ദേഹം. മുൻ UDF ഗവൺമെന്റ് കാലത്തെ ഗവൺമെന്റ് പ്ലെയറാണ് അദ്ദേഹം. ഈ പോക്സോ കേസ് പ്രതിയും അദ്ദേഹത്തിന്റെ മറ്റൊരു സഹായം കൂടി CW ചെയർമാന്റെ ഓഫീസിൽ നേരിട്ട് ഈ കേസിൽ സ്വാധീനിക്കാൻ ചെയർമാനെ ശ്രമിച്ചു എന്നുള്ള കാര്യം കൊണ്ടാണ്, ആ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്താണ് CW ചെയർമാനെ സസ്പെൻഡ് ചെയ്തത്. SP-ക്ക് ഈ കേസിന്റെ മേൽനോട്ട ചുമതലയുള്ള ആളാണ്. SP ഈ കേസുമായി ബന്ധപ്പെട്ട് കൃത്യമായി ഇടപെടൽ നടത്തിയില്ല. അതിന് പകരം താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥരെ ബലിയാടാക്കി എന്നുള്ളൊരു ആരോപണം നേരത്തെ ഈ സസ്പെൻഷനുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരുന്നു. അതിന് പിന്നാലെ SP-ക്ക് മേൽ കണ്ടെത്തിയിരിക്കുന്ന പ്രശ്നം ഇതാണോ, ഈ ഒരു പങ്കാളിത്തമാണോ? ഇത്തരത്തിൽ SP-ക്ക് വിനോദ് എന്ന് പറയുന്ന SP-ക്ക് എങ്ങനെയാണ് ഇതിൽ ഗുരുതര വീഴ്ച സംഭവിച്ചത് എന്നാണ് കണ്ടെത്തൽ? പോക്സോ കേസിന്റെ അന്വേഷണ ചുമ DSP-ക്ക് ആണെങ്കിൽ അത് മേൽനോട്ട ചുമതല SP-ക്കാണ്. SP അത്തരം കാര്യങ്ങൾ ഇടപെടൽ നടത്തിയില്ലെന്നുള്ള കാര്യമാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയിലേക്ക് വരുന്നത്. സാധാരണഗതിയിൽ ഈ കേസിന്റെ എല്ലാ തെളിവുകളും ഹാജരാക്കിയിട്ടും ഈ കേസ് നൌഷാദ് തോട്ടത്തിൽ പ്രതിയായ പോക്സോ കേസ് പോലീസിലേക്ക് പോലീസിലെ അന്വേഷണത്തിന് പ്രതിയെ അടുത്തെത്തിയിട്ട് പോലും അറസ്റ്റ് ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായത്. അതിന്റെ ഭാഗമായിട്ട് SP-ക്ക് അടക്കം തൊട്ടടുത്ത ആറന്മുളയിലെ SHOയ്ക്കും അതുപോലെ തന്നെ DSP നന്ദകുമാറാണ്, പത്തനം DSP നന്ദകുമാറിന്റെ നടപടി ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ സൂചന ഉണ്ടായിരിക്കുന്നത്. അത്തരത്തിൽ വലിയ രീതിയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ ആഭ്യന്തര വകുപ്പിന് ഗുരുതരമായ വീഴ്ച, ഈ 17-കാരിയെ പീഡിപ്പിച്ച കേസുമായി ബന്ധം അട്ടിമറിച്ച സംഭവത്തിൽ വീഴ്ച സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ആഭ്യന്തര വകുപ്പിന്റെ 3 റിപ്പോർട്ട്. കേസിലെ പ്രതി നമുക്ക് ഏറെ സമൂഹത്തിൽ സ്വാധീനമുള്ള ആളാണ്, മുൻ ഗവൺമെന്റ് ലീഡറാണ്. അപ്പോൾ ഈ പ്രതിയും പോലീസും തമ്മിലുള്ള അവിശുദ്ധ ബന്ധമാണ് ഈ കേസിലെ അട്ടിമറിക്ക് പിന്നിൽ എന്ന് പോലീസിന്റെ അന്വേഷണത്തിൽ നിന്ന് കണ്ടെത്തിയിരിക്കുകയാണ് അല്ലേ? തീർച്ചയായും രഞ്ജിത്ത്, അത് തന്നെയാണ്. കാരണം ഈ വളരെ സ്വാധീനമുള്ള വ്യക്തിയാണ്. ഈ നേരിട്ട് തന്നെ CWC ചെയർമാനെ നേരിട്ട് പ്രതിയുടെ മറ്റൊരാളും കൂടി നേരിട്ട് ഈ കുട്ടി അവിടെ ഉള്ള സമയത്ത് തന്നെ അവിടെ ചെന്നു എന്നുള്ളതാണ്, CWC ഓഫീസിൽ ചെന്നു എന്നുള്ളതാണ് പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ കണ്ടെത്തിയിരിക്കുന്നത്. അത് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കളക്ടർ മറ്റൊരു അന്വേഷണം കൂടി നടത്തിയതിന്റെ സമാനമായ രീതിയിലുള്ള അന്വേഷണം നടത്തിയതിന്റെ റിപ്പോർട്ട് ഗവൺമെന്റ് സമർപ്പിച്ചതിന്റെ ഭാഗമായിട്ടാണ് CWC ചെയർമാനെ നേരത്തെ സസ്പെൻഡ് ചെയ്തത്. SP-ക്കും ഈ കാര്യത്തിൽ വീഴ്ച ഉണ്ടായിട്ടു. ഈ കേസിൽ ആദ്യം തന്നെ SP ഈ കേസിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചു എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് ആദ്യം തന്നെ DSP-യും അതുപോലെ SHOയും സസ്പെൻഡ് ചെയ്തത്. പക്ഷേ അതിൽ നിന്നും SP-ക്ക് ഇതിൽ ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. SP-ക്ക് ഇത് മേൽനോട്ടമുണ്ട് എന്നുള്ള കാര്യം കൂടിയുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ SP-ക്കെതിരെ നടപടി ഉണ്ടാകാൻ സാധ്യത ഉണ്ടായിരിക്കുന്നത്. ശശിനാരായണനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. പത്തനംതിട്ട പോക്സോ അട്ടിമറിയിൽ കൂടുതൽ നടപടികളിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്.